ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ സണ്ണി ഡിയോളിന് മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും എന്നുള്ളതാണ്. സണ്ണി, താങ്കൾ ഫിലിമിൽ പറയുന്ന ഡയലോഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ പിഴുതെറിയും, ഒടിച്ചു കളയും, വീട്ടിൽ കയറി വന്നടിക്കും, കുടൽമാല പുറത്തെടുക്കും, ബേത്താബ് മുതൽ ഖദർ വരെ. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം? എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ്, എനിക്ക് കിട്ടുന്ന പടങ്ങൾ, എനിക്ക് കിട്ടുന്ന സബ്ജക്ട്സ്, അതിലൊക്കെ എപ്പോഴും ഒരു നോർമലായ ഒരു മനുഷ്യനുണ്ടാവും. ഒരു കുടുംബസ്ഥനായിരിക്കും, ഒരു ചേട്ടനായിരിക്കും, ഒരു അനിയനായിരിക്കും, അല്ലെങ്കിൽ ഒരു മോൻ, ഭർത്താവെന്നും പറഞ്ഞ്. കാരണം ദേഷ്യം വരുന്ന ഒരു നോർമൽ മാനായിട്ട് അതിൽ ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. ഇഷ്ടമാണെന്ന് പറഞ്ഞ പെണ്ണ് ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ അവന് തീർച്ചയായിട്ടും കുറച്ച് സമനില തെറ്റുമല്ലോ. ആക്ച്വലി പറയണമെങ്കിൽ പ്രേമിക്കുന്നവന് ദേഷ്യമല്ലാണ്ട് വേറെ എന്താണ് വരാൻ പോകുന്നത്? അതുപോലെ തന്നെ അനിയത്തിയെ പോയി എന്തെങ്കിലും ചെയ്യുന്ന ഒരു ചേട്ടൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? പിന്നെ അവൻ്റെ ചോര തിളയ്ക്കും, അവൻ്റെ കൈ തന്നെ വലിച്ചെടുത്തേക്കും. അത് ക്യാരക്ടർ അനുസരിച്ചല്ലേ എല്ലാം. ഞാൻ എപ്പോഴും അതുപോലത്തെ ക്യാരക്ടറാണ് അധികം ചൂസ് ചെയ്യുന്നത്. സംഭവം ജനങ്ങൾക്കും അതുപോലത്തെ സിനിമയാണ് ഞാൻ ചൂസ് ചെയ്യുന്നതിൽ ഇഷ്ടപ്പെടുന്നതും. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാനും അതായിരുന്നു കാരണം. അമേരിക്കയിൽ വെച്ച് താങ്കൾ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് പേടിച്ചോ? അതെ. അവിടെ ഞാൻ ജോ ബോലെ സോനഹാളിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. അതിൽ ഞാൻ പോലീസാണ്, കോൺസ്റ്റബിൾ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ നല്ല കട്ടയ്ക്കായിരുന്നു ഇരുന്നത് ശരീരമൊക്കെ. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഫയൽ വൺ ബോഡി ബിൽഡേഴ്സ് എല്ലാവരും തന്നെ. അവിടെ ഒരു ഡയലോഗ് പറഞ്ഞേ പറ്റൂ, നോ ഇഫ് നോ ബട്ട് ഓൺലി ജെറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ വിധം കണ്ട് അവരിങ്ങനെ തന്നെ സ്തംഭിച്ചു നിന്നു. എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ പറഞ്ഞെന്ന് ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കാണിക്കും. ഇന്നെൻ്റെ തൊണ്ട പോയില്ലെങ്കിൽ ഞാൻ നല്ല രീതിക്ക് തന്നെ ചെയ്ത് കാണിച്ചിരുന്നേനെ. പിന്നെ അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സർദാറിൻ്റെ ഡയലോഗാണ് ആക്ച്വലി. നോ ഇഫ് നോ വട്ട് ഓൺലി ചട്ട്. ഫോഴ്സ് ഇനിയും ക്യാമറയുടെ മുന്നിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും നമുക്ക്. ഞങ്ങൾ എന്ത് ചെയ്യാനാ? പഞ്ചാബി, സർദാർ, ഞങ്ങളുടെ അകത്തുള്ള ആ പവർ അങ്ങനെ തന്നെ പുറത്തോട്ട് വന്നേക്കും. ആ രക്തം തന്നെയാണല്ലോ നാടിനെ കാക്കുന്നതും ഇന്ന്. അതുകൊണ്ട് എപ്പോഴും എവിടെയും എന്ത് സംഭവിച്ചാലും, അപ്പോൾ അവിടെ പ്രോബ്ലമിലുള്ള ഏതൊരു കുടുംബവും ഒരു സർദാർജിയുടെ അടുത്താണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് അവർ സേഫായിരിക്കും. ഇതുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതായത് താങ്കൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് പോലും ഭൂമി കുലുങ്ങുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. ആക്ച്വലി എൻ്റെ മോന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കളിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ എവിടെ പോയാലും കളിക്കാൻ ആരംഭിക്കും അങ്ങോട്ട്. സീസൺ ടൈംസിൽ എവിടെ പോയാലും കളിക്കാൻ ഞാൻ അത്ര നാണമൊന്നും ആലോചിക്കത്തില്ല. ഞാൻ പോയി കളിക്കും. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് പേടിക്കും. ജീത്തിന്റെ സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് താങ്കൾ ശരിക്കും പേടിച്ചു പോയി. സെറ്റിൽ നിന്ന് എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞെന്ന് കേട്ടു. അതെ, ഞാനന്ന് കളിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാനന്ന് പറഞ്ഞത് എനിക്ക് എന്ത് വരുന്നോ അത് ഞാൻ കളിക്കുമെന്നാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ അവരത് എന്താ കളി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്തോ ആൻറ്റി കില്ലിങ് കളി എന്നൊക്കെ പറയുന്നത്. മറ്റേ ഈ പറയുന്ന പോലെ ധാം ധൂം എന്നൊക്കെ. അത് നല്ലൊരു ക്യാരക്ടറാണ്. അത് വളരെ സിമ്പിളായ ഒരു ക്യാരക്ടറാണ്. അത് അങ്ങനെയാണ് കളിക്കുന്നത് ആക്ച്വലി. പിന്നെ ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല രീതിക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ പറയുക, am I correct? യാറാ. പറയൂ, എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹലോ സർ, എന്റെ പേര് സ്നേഹ. ഞാൻ താങ്കളോട് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. താങ്കളുടെ ഫേമസ് ആയിട്ടുള്ള മൂവിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് സാമനെ മോഡായ മേ സബ് കുച്ച് ചോടായ, ആ പാട്ടിന്റെ ഡാൻസ് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി കളിക്കാവോ പ്ലീസ് സർ? കാണുമ്പോൾ താങ്കൾ ഡാൻസ് കളിക്കാൻ നന്നായിട്ട് പഠിച്ചതായിട്ടാണ് തോന്നുന്നത്.
അതെ ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ, ഞാനിപ്പോഴൊക്കെ കളിക്കണമെന്ന് വിചാരിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് കളിക്കും. മേ ബി ഞാൻ അടുത്ത ഒരു ഫിലിം മ്യൂസിക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റും വേണേ. പക്ഷേ ധരംജിയെക്കുറിച്ച് ജനങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് ഡാൻസ് കളിക്കാൻ അറിയില്ലെന്നാണ്. പക്ഷെ അദ്ദേഹം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജ് തന്നെ കുലുങ്ങി പോകുന്നു. അച്ഛന് അച്ഛനായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്, ഒരു മാസുണ്ട്. പിന്നെ അച്ഛൻ കളിക്കാൻ ആരംഭിച്ചാൽ മതി, അങ്ങ് കളി തുടങ്ങി നിർത്തത്തില്ല. ജനങ്ങളെല്ലാവരും അച്ഛൻ്റെ കളി കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതായിരുന്നു. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 90% പീപ്പിൾ ആർ ലൈക്ക് നോട്ട് ഡാൻസേഴ്സ്. സോ അവർ ഞങ്ങൾ നല്ലപോലെ ഐഡൻറ്റിഫൈ ചെയ്യും. ഞങ്ങൾക്ക് ആകെ കൈയൊക്കെ ഇട്ട് കളിക്കാനേ അറിയത്തുള്ളൂ. ഇതാ എങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ. നമ്മൾ തുടക്കത്തിൽ താങ്കളുടെ ദേഷ്യത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്, പക്ഷേ താങ്കൾ ഡാൻസിനെ കുറിച്ച് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്തു. ഇക്കാര്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. താങ്കൾ ഷാറൂഖ് ഖാനൊപ്പം ഡാൻസ് കളിക്കുന്ന സമയത്ത് ജീൻസ് പോക്കറ്റ് കൈയിട്ട് ജീൻസിന്റെ പോക്കറ്റ് പോലും കീറിക്കളഞ്ഞെന്ന് കേട്ടു. അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, എൻ്റെ ദേഷ്യം എന്ന് പറയുന്നത് ഭയങ്കര കൺട്രോൾലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നെ കൺട്രോൾ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ തള്ളാൻ പാടുള്ളത് ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ എപ്പോഴും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അങ്ങനെ മാറിപ്പോകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ നല്ല കാര്യമല്ല. പക്ഷേ സിനിമയിൽ അത് വന്നു പോയാൽ എന്ത് ചെയ്യാനാണ് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാനങ്ങനെ ജീൻസ് ജനറ്റിക്കലി അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര കഷ്ടമായി മാറും. കൺട്രോളിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത് എളുപ്പമല്ല, കഷ്ടമാണ് അതൊക്കെ ശരിക്കും. സോ റിയൽ ലൈഫിൽ താങ്കൾ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? അതെ, കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് വഴക്ക് നടക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ആ സമയത്ത് സിറ്റുവേഷൻസൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ മറ്റേ 70s സിറ്റുവേഷൻസൊക്കെ ഇങ്ങനെ ഗ്യാങ്സ് ആയിരിക്കും, വഴക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ്, ആരെങ്കിലും വെറുതെ നോക്കിയാൽ മാത്രം മതി, വൈ ആർ സ്റ്റാരിങ് അറ്റ് മീ എന്നും പറഞ്ഞ് വെറുതെ നോക്കിയതിന് തന്നെ നല്ലപോലെ അങ്ങോട്ട് വഴക്ക് തുടങ്ങി നല്ല രീതിക്ക് നടക്കും. എല്ലാം നല്ല രീതിക്കായിരുന്നു. പക്ഷേ ദൈവത്തിനാണ് ശരിക്കും പറഞ്ഞാൽ നന്ദി പറയേണ്ടത്. ഞാൻ വളരെ ലക്കിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ രീതിക്ക് ഞാൻ പരിക്കേറ്റിട്ടില്ല. സോ താങ്കൾക്ക് പരിക്ക് പറ്റിയില്ലയോ അതോ ഓപ്പോസിറ്റിലുള്ള? എനിക്ക് വലിയ രീതിക്ക് ഒന്നും പറ്റിയില്ല. തലയ്ക്ക് വന്നത് പിരികത്തോടെ പോയെന്ന് വേണമെങ്കിൽ പറയാം. താങ്കളെക്കുറിച്ച് അറിയാവുന്നവരെല്ലാം ഈ കാര്യം പറയാറുണ്ട് സണ്ണി. താങ്കൾ 6 പാക്കും ആംസും എല്ലാം കാണിക്കാറില്ല, പക്ഷേ ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്ന്. നോക്കൂ, ഈ കാര്യം എന്ന് പറയുന്നത് മറ്റേ ഈ 6 പാക്സോ ബോഡി ബിൽഡിങ്ങോ ഒക്കെ ഉള്ള കാര്യമൊന്നും അല്ല. പിന്നെ നിങ്ങൾക്ക് ഈ പവർ ഉണ്ടോ എന്നുള്ളതൊന്നും വലിയ കാര്യമല്ല. ഞാൻ പറയണമെങ്കിൽ പവർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരിക്കുള്ളൊരു കാര്യമല്ല. എക്സസൈസ് ചെയ്യുന്നത്, ബോഡി ബിൽഡിങ് ചെയ്യുന്നത്, ഇവരൊക്കെ ഫിറ്റ് ആയിരിക്കണമെന്നല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ കാലത്ത് ജനങ്ങൾ ഒരുപാട് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ യങ്സ്റ്റേഴ്സ് എല്ലാത്തിനും ഒരു അഡ്വൈസ് തരുവാണ്. നോക്കൂ, ഞാൻ ആം ഫിറ്റ്, ഞാൻ ഇതുപോലെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുപോലെ എക്സ്ട്രാ ഒന്നും ചെയ്ത് നിങ്ങളെ വെറുതെ ടയേർഡാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ എന്തിനാണ് നിങ്ങളിങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തുന്നത്? കാരണം ഇപ്പോൾ ഇതൊക്കെ ഒരു ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ്. ആരെ നോക്കിയാലും ഇത് തന്നെ പറയുന്നത്, നീ ഇനിയും കുറെ കഴിക്കണം, നല്ലപോലെ എക്സസൈസ് ചെയ്യണമെന്നും, എന്നാലും ഇങ്ങനെ ആവുള്ളൂ അങ്ങനെ ആവുള്ളൂ എന്നും പറഞ്ഞ് ഇതുപോലെ എല്ലാം ചെയ്താലാണ് നമുക്കും 6 പാക്ക് നാളെ വരത്തുള്ളൂ എന്നും പറഞ്ഞ് വെറുതെ മനുഷ്യരെ നശിപ്പിക്കൂ. നിങ്ങളെ തന്നെ ഡാമേജ് ചെയ്യുന്നതിന് അർത്ഥമാണത്. അത് മാത്രമല്ല, നിങ്ങൾ മിസ്റ്റർ യൂണിവേഴ്സോ മിസ് യൂണിവേഴ്സോ ആവാനൊന്നും അല്ലല്ലോ. വെറുതെ എന്തിനാ നിങ്ങളെ തന്നെ ഡാമേജ് ചെയ്യുന്നത്? സണ്ണി, താങ്കൾ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്? പൊറോട്ടയിൽ വെണ്ണ തേച്ചാണോ? ഞാൻ പരാത്ത, ബട്ടർ എല്ലാം കൂടെ ഇട്ട് കഴിക്കുന്ന ആളാണ്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഡയറ്റുള്ള ആളൊന്നും അല്ല. ഇത് കഴിക്കില്ല അത് കഴിക്കില്ല എന്ന് പറയത്തില്ല ഞാൻ ഒരിക്കലും. അങ്ങനെ ഇല്ലെങ്കിൽ ഐ ക്യാൻ ഈറ്റ് ദിസ്, ഐ ക്യാൻ ഈറ്റ് ദാറ്റ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പ്രായമുണ്ടല്ലോ നല്ലപോലെ കഴിക്കാനായിട്ടൊക്കെ. ഒരു 2 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഡൈജസ്റ്റ് ആവുമല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഈ പേടിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ താങ്കളെ മറ്റൊരു കാര്യം കൂടി ശല്യപ്പെടുത്തുന്നതായിട്ട് കേട്ടു, അതായത് സോഷ്യൽ മീഡിയ. അവരെഴുതുന്നതൊക്കെ കണ്ടാൽ താങ്കൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? നേരത്തെ എനിക്ക് വളരെ കഷ്ടമായിരുന്നു. ആരോ എന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഈ യൂട്യൂബ് ചാനൽസ്, സോ ഞാൻ വന്ന് ബേസിക്കലി മറ്റേ ഈ ജേർണലിസ്റ്റിന്റെ കയ്യിലൊക്കെ ഒരു ചെറിയ ഇത് മതി, ടൂള് മതി. അത് തന്നെ എന്നൊരു വലിയ വെപ്പൺ പോലെ ആയിപ്പോയല്ലോ. അവരാരെക്കുറിച്ച് എഴുതുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടാണല്ലോ എഴുതുന്നത്. പിന്നെ ആരാന്നൊന്നും അവർ നോക്കത്തില്ലല്ലോ. പിന്നെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുമ്പോൾ അവർ പിന്നെ അതിനുവേണ്ടി നല്ലപോലെ ഫീൽ ചെയ്ത് പിന്നെ ഉറപ്പായിട്ടും അത് പിന്നെ ഒരു നല്ല വലിയ ഫീലിംഗ് ആയിട്ട് അവർ മാറ്റും. ഇതൊക്കെ അവർക്കൊരു എന്റർടൈൻമെന്റും ഒരു ലഹരി പോലെ ആയിപ്പോയി. ഞാൻ എന്താണ് കേട്ടതെന്ന് വെച്ചാൽ, താങ്കളൊരു പ്രൈവറ്റ് പേഴ്സൺ, അതായത് താങ്കളുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പുറത്ത് ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ മകളുടെ കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലായി. ആരംഭത്തിൽ ഞാനൊരു 2-3 വീഡിയോസൊക്കെ കണ്ടു അപ്സെറ്റ് ആയതാണ്. പിന്നെ 2-3 വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തക്കാരുടെ ഇതൊക്കെ നല്ല ദേഷ്യം വന്നിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഫോട്ടോ എടുത്തത്? ഞാനൊരു 2-3 പേരെ വഴക്ക് പറഞ്ഞ നല്ലപോലെ, എന്തിനാ എന്നെ ഫോട്ടോ എടുത്തതെന്നും പറഞ്ഞു. ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയത്താണ് ഈ ഫോണും വെച്ച് ഫോട്ടോ എടുക്കുവാന്ന് പറഞ്ഞ് അവിടെ എവിടെയും പറഞ്ഞ്
പിന്നെ എൻഡ് ഓഫ് ദി ഡേ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാനും കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ. സംഭവിക്കുന്നത് സംഭവിക്കട്ടെ, ബട്ട് നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ എല്ലാവർക്കും അത് പറയുന്നത് ലീവ് ഇറ്റ് ആൻഡ് അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ എല്ലാവർക്കും മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അവരവരുടെ പ്രൈവസിയിൽ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക. ബിക്കോസ് ഞങ്ങൾ കുറച്ച് ഫേമസ് ആയതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരല്ലെന്നല്ല അതിൻ്റെ അർത്ഥം ശരിക്കും പറയണമെങ്കിൽ. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ദുഃഖവും വിഷമവും എല്ലാം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം വേണമെന്ന് പറയാനായിട്ടുള്ള ഒരിതും കാരണം ആരെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൂക്ഷിച്ചിരുന്നാൽ മതിയല്ലോ. സണ്ണി, ഇത് സത്യമല്ലേ? കുട്ടിക്കാലം മുതലേ താങ്കൾ എഴുതാനും വായിക്കാനും ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നെന്ന് കേട്ടു. അതെ. ആരെങ്കിലും പഠിക്കാൻ പറയുകയാണെങ്കിൽ താങ്കൾക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ അപ്പം എന്ത് പറയാനാണ്? അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താന്ന് പറയാൻ അറിയാണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. ബിക്കോസ് എനിക്ക് എന്താന്ന് നന്നായിട്ട് അറിയാതെ, പിന്നെ ബിക്കോസ് ലൈക്ക് ഐ ഡിസ്ലൈക്സ് ഇറ്റ്. ഇപ്പോൾ ഈ എഴുതുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഒരു മടിയുള്ള ഒരാളായിട്ട് തന്നെ ഇരിക്കുന്നത്. സോ ഞാൻ വേർഡ്സിനെയൊക്കെ വേറെ രീതിയിലാണ് കാണുന്നത്, WM എന്നും MW എന്നും. ഓബ്വിയസ്ലി അതൊരു അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. ആർക്കും ഒന്നും അറിയില്ല, ആരും പഠിക്കാണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. നല്ലപോലെ അടിച്ചാ പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നത്. ഫെയിലാവുന്ന സമയത്ത് നല്ല രീതിക്ക് വഴക്ക് കിട്ടുമായിരുന്നു. ബട്ട് സംഹവ് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ എനിക്ക് IQ ടെസ്റ്റൊക്കെ എടുത്തതായിരുന്നു. സോ അന്ന് എൻ്റെ IQ ഭയങ്കര ഹൈ ആയിരുന്നു. സോ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഐ വാസ് ലൈക്ക് ഏബിൾ ടു എന്നെക്കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഒരു 35% ഒക്കെ എടുത്ത് ഞാൻ പാസ്സായേക്കും അങ്ങനെ. താങ്കൾ പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ്. താങ്കൾ ഡിസ്ലെക്സി കാരണം സഫർ ചെയ്തൊരു വ്യക്തിയാണ്. സോ ആർക്കൊക്കെ ഈ പ്രശ്നമുണ്ടോ അവർക്കെല്ലാം തീർച്ചയായും ഈ കാര്യം മനസ്സിലാകും. അതായത് ആർക്ക് വേണമെങ്കിലും സക്സസ് നേടാമെന്ന്. അതെ, ഡെഫിനറ്റ്ലി. ഏതൊരു മനുഷ്യനും ഒരു ചെറിയ ഷോർട്ട് ഫോൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ സ്ട്രോങ് ആവും അദ്ദേഹം. പിന്നെ ആ ഷോർട്ട് ഫോൾ അവൻ കവർ ചെയ്യാനും ആഗ്രഹിക്കും, നല്ല രീതിയിൽ മുന്നോട്ട് വരാനും ആഗ്രഹിക്കും. പിന്നെ മാറ്റണമെന്നുള്ള കാര്യത്തിൽ തന്നെ മൈൻഡ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല. സ്കൂളിൽ പിള്ളേരെല്ലാവരെയും ശല്യം ചെയ്യും. വലിയൊരു സഹിതം ഇപ്പോഴൊക്കെ നല്ല തൊല്ലയായിപ്പോയി. അതായത് ഒരുത്തൻ്റെ പേഴ്സണാലിറ്റി സ്ട്രോങ് അല്ലെങ്കിൽ അവൻ കുറച്ച് പാവാണ്. അവനെ എല്ലാവരും നല്ലപോലെ ഒതുക്കും. അമീർ ഖാന്റെ താരേ സമീൻ പറിൽ ഈ കാര്യങ്ങൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പടമാണ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ആൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കുറച്ച് സമയമെടുക്കും അവർ റെഡിയാവാനായിട്ടൊക്കെ. അവരവരെ തന്നെ നല്ലപോലെ കെയർ ചെയ്യണം, നല്ല രീതിക്ക്. തുടക്കകാലത്ത് താങ്കൾക്ക് എഴുതാനും വായിക്കാനും മാത്രമല്ല മൈക്കിന്റെ മുന്നിൽ സംസാരിക്കാൻ പോലും പേടിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. അതെ, എനിക്ക് പേടിയായിരുന്നു. ഇപ്പം ഞാൻ നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മൈക്ക് വന്നാൽ എനിക്ക് എന്താ സംസാരിക്കണമെന്ന് പോലും അറിയാൻ മേല. ആ സമയമൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ ജനങ്ങൾ എന്നെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവൻ ഭയങ്കര മറ്റേ അറഗൻ്റാന്നൊക്കെ ആയിരുന്നു. ഞാൻ അറഗൻ്റാന്ന് വിചാരിക്കുമ്പോൾ ഞാൻ പോയി അവരെ എന്ത് പറഞ്ഞാണ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്? എന്നെക്കൊണ്ട് അങ്ങനെ ഇരിക്കാനും കഴിയുന്നില്ല. സോ സണ്ണി, താങ്കൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്, വായിക്കാൻ ബുദ്ധിമുട്ടാണ്, സംസാരിക്കുന്നതിലും പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറായി മാറി. എല്ലാം ദൈവത്തിൻ്റെ ഒരു ആശീർവാദമാണ്, എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. ഐ മീൻ എല്ലാം ഇത് സംഭവിക്കും. പക്ഷേ എന്നും ഏതൊരു കാര്യത്തിൽ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് തോൽവി അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇന്നും ഞാൻ തോൽവി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ പിന്നാലെ വിട്ടുപിടിക്കും. പക്ഷേ പഠിത്തത്തിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം അത് ടെക്നിക്കൽ പ്രോബ്ലം. പിന്നെ എന്തൊരു കഷ്ടം എപ്പോൾ വന്നാലും ഞാനത് നല്ല രീതിക്ക് ഫേസ് ചെയ്തേക്കും. ഞാനത് കഷ്ടമായിട്ട് കരുതത്തില്ല. ബിക്കോസ് മനുഷ്യനതിനെ കഷ്ടമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഇരുന്നു പോവും. ഞാൻ എന്തു ചെയ്യുമെന്നും പറഞ്ഞ് അതെനിക്കിഷ്ടമല്ല. ഈ പാവത്താനാണ് വയ്യാന്നൊക്കെ പറയുന്ന സംസാരമൊക്കെ. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയുന്നുണ്ട്, ഗോ ഫോർ ഇറ്റ്, അതിനുവേണ്ടി ശ്രമിക്കണം. ബേസിക്കലി ഒരു കാര്യം നിങ്ങൾ തറയെന്ന് തുടങ്ങുമ്പോൾ അത് നല്ല രീതിക്ക് സക്സസ് ആവും. സത്യമാണ്. ആർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടോ അവർക്കെല്ലാവർക്കും ഒരു നല്ല മെസ്സേജാണിത്. താങ്കളെ കണ്ടതിന് ശേഷം അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന്. 100%. നിങ്ങൾ എക്സാമ്പിൾ എന്നെ തന്നെ നോക്കിയാൽ മതി. ഞാൻ എപ്പോഴും ഒരു സ്ക്രിപ്റ്റ് ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ പഠിക്കത്തില്ല. ഞാൻ എന്നിട്ട് അവർ തരുന്ന ഡയലോഗ്സൊക്കെ ഞാൻ മനസ്സിലാക്കി എടുക്കത്തേ ഉള്ളൂ. അതാണ് ഞാൻ ജനങ്ങൾക്കും പിന്നെ ക്യാമറയുടെ മുൻപിൽ ഞാൻ നല്ലപോലെ ഡെലിവറി ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നല്ല രീതിക്ക് പോകുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റേജസിലും അങ്ങനെ തന്നെ. താങ്കളുടെ അടുത്ത് സ്ക്രിപ്റ്റ് വരുമ്പോൾ താങ്കൾ ഒന്നും വായിക്കാറില്ലേ? ഞാൻ പഠിക്കത്തേ ഇല്ല. ഞാൻ എപ്പോഴും പറയേണ്ട ഡയലോഗ് എന്നോട് പറഞ്ഞു തരാൻ പറയും, എന്നിട്ട് അവരത് പറഞ്ഞു തരും എനിക്ക്. സോ എന്നിട്ട് ഞാനത് അവർ പറയുമ്പോൾ നല്ലപോലെ കേട്ടിട്ട് ലെറ്റ് മീ മേക്ക് മൈ ഓൺ ടോക്ക്. എന്നിട്ട് ഞാൻ പറയുന്ന രീതിക്ക് ഇഷ്ടമാവും, അത് നല്ല രീതിയിൽ ഇപ്പോൾ റീച്ച് ആവും. താങ്കൾ പറഞ്ഞ വലിയ വലിയ ഡയലോഗുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതിന്റെ ഡെലിവറി എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് താങ്കൾ വായിക്കാറില്ലേ? എല്ലാം മെമ്മറിയിൽ നിന്നാണോ? അതെ, ഓബ്വിയസ്ലി. ഞാൻ അത് അവരുടെ അടുത്ത് ചോദിച്ച്
ഞാനത് അവരുടെ അടുത്ത് ചോദിച്ചിങ്ങനെ മനസ്സിലാക്കുമ്പോൾ മൈൻഡിൽ ഇങ്ങനെ എനിക്ക് രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കും വാക്കുകളൊക്കെ. പിന്നെ അത് കേൾക്കുന്തോറും എനിക്ക് വളരെ എളുപ്പമായിട്ട് ഇങ്ങനെ മാറും. പിന്നെ ഞാൻ ഈ എൻഡ് ഓഫ് ദി ഡേ ഈ പറഞ്ഞു വരുന്ന എല്ലാ ഡയലോഗ്സും ഞങ്ങൾ സ്ക്രിപ്റ്റിലുള്ള രീതിക്ക് തന്നെ ഡെലിവറി ചെയ്യാൻ പാടില്ലെന്നാണ്. അത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ തോട്ടായിട്ടാണ് ഞങ്ങളത് ശരിക്കും പറഞ്ഞാൽ പുറത്ത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അത് പബ്ലിക്കിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? നിങ്ങളുടെ എല്ലാ പടത്തിലുള്ള നിങ്ങളുടെ റോൾ ഉണ്ടല്ലോ, അതായത് റഫ് ആൻഡ് ടഫ് ആയിട്ട് ദേഷ്യത്തോടെ കാണിക്കുന്നത്, ആ ദേഷ്യക്കാരനായ സണ്ണി ഡിയോളിന് എപ്പോഴെങ്കിലും ചെറിയ പ്രായത്തിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് തല്ലി കിട്ടിയിട്ടുണ്ടോ? വീട്ടിൽ എന്നെ തല്ലാത്ത ഒരാൾ മിച്ചമില്ല ഇനി. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പിന്നെ ആ വയസ്സിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിള്ളേരായിട്ട് എന്നെ കുറേ കാലം ജീവിക്കണം. കാരണം ആ കാലം പിന്നെ തിരിച്ചൊരിക്കലും കിട്ടത്തില്ല. നമ്മളവരെ അച്ഛൻ വളരെ ബിസി ആയിട്ടുള്ള ഒരാളായിരുന്നു. അച്ഛൻ എപ്പോഴും ബിസിയാണ്. അങ്ങനെ ഉള്ളപ്പോഴും അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് സത്യം പറഞ്ഞാൽ, ഞാൻ ടെറസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ ആ ഉണ്ടികോൽ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരുന്നായിരുന്നു അടിച്ച്. ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ മറ്റുള്ള വീട്ടിലെ കണ്ണാടി പൊട്ടിക്കുമ്പോഴാണ് കുറച്ചുകൂടെ സന്തോഷമൊക്കെ ഉള്ളത്. ഒരു പ്രാവശ്യം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും അച്ഛനെ പേടിക്കുമോ ശരിക്കും പറയണമെങ്കിൽ. ഈ കാര്യം അച്ഛൻ അറിയുമെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലത്തെ പേടി ഇരുന്നുകൊണ്ട് തന്നെ ഇരിക്കും എനിക്ക്. ഞാൻ താഴോട്ട് ഓടി വരുന്ന സമയത്ത് അച്ഛൻ നോക്കിയിട്ട് നീ എവിടെയാ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പോൾ അച്ഛൻ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് അച്ഛനെന്നത് വേറെ ദേഷ്യത്തിലായിരുന്നു തോന്നുന്നു. ഒരൊറ്റ അടി ഒരെണ്ണം തന്നതാകും എൻ്റെ ചെവിക്കർണത്തിന് 3 വിരൽ പറഞ്ഞു. കാരണം അച്ഛൻ്റെ കൈ അത്രയും വലുതാണ്. ഞാൻ എന്താ ചെയ്തതെന്ന് അദ്ദേഹത്തിന് അറിയില്ല, പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.